അരയ്ക്ക് താഴെ തളർന്നുപോയ തെരുവ് നായ്ക്ക് പുതുജീവൻ നൽകി മുളന്തുരുത്തി സ്റ്റേഷനിലെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ. വാഹനമിടിച്ച് റോഡിൽ തെരുവ് നായ ചത്തുകിടക്കുന്നുവെന്ന സന്ദേശത്തെ പിന്തുടർന്നെത്തിയ ഉദ്യോഗസ്ഥരാണ് മാളു എന്ന പേരിട്ട തെരുവ് നായ്ക്ക് പുതിയ ജീവിതം തന്നെ സമ്മാനിച്ചത്. മുളന്തുരുത്തിയിലെ ഫയർ ഓഫീസർമാരുടെ ഈ വലിയ മനസ്സിനെ കയ്യടിയോടെയാണ് നാടും സ്വീകരിച്ചത്. മാളുവിനെ എങ്ങനെയാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പുതുജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് എന്ന കഥയാണ് ഇനി. പല ജീവനുകൾക്ക് താങ്ങും തണലുമായി മാറിയ മുളന്തുരുത്തി ഫയർ സ്റ്റേഷനിലേക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഒരു കോൾ എത്തുന്നത്. ഒരു തെരുവുനായ വാഹനമിടിച്ച് ചത്ത് റോഡിൽ കിടക്കുന്നുണ്ട്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. പരിശോധനയിൽ തെരുവുനായ്ക്ക് അല്പം ജീവനുണ്ട് എന്ന് മനസ്സിലായി. വഴിയിൽ ഉപേക്ഷിക്കാതെ അവർ ആ നായയെ മുളന്തുരുത്തി സ്റ്റേഷനിലേക്ക് എത്തിച്ചു. പ്രാഥമിക ശുശ്രൂഷ നൽകി ജീവൻ തിരികെ പിടിച്ചുവെങ്കിലും നായയുടെ അരയ്ക്ക് താഴോട്ട് തളർന്നു പോയിരുന്നു. അവർ ആ തെരുവുനായ്ക്ക് മാളു എന്ന് പേരിട്ടു. തങ്ങളുടെ മുന്നിലൂടെ മാളു പകുതി തകർന്ന ശരീരവും വലിച്ചുകൊണ്ട് ഇഴിയുന്നത് കാണാൻ അവർക്ക് വലിയ ബുദ്ധിമുട്ടായി. പിന്നെ ഞങ്ങളുടെ തമ്മിൽ കുറച്ച് ദിവസം കിടന്നെങ്കിൽ അത് ആകെ ഈച്ചയൊക്കെ വന്ന് വീണ്ടും ആറ് തീരെ മോശമായി. പിന്നെ ഞങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് തുടങ്ങി, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഏത് സംഘടനയ്ക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ ഞങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ ഒരു സംഘടന ഞങ്ങൾ വിളിച്ചപ്പോൾ കോട്ടയത്തിലുള്ള സംഘടന വിളിച്ചപ്പോൾ അവർ പറഞ്ഞില്ല സ്പൈനൽ കോഡ് ഇഞ്ചുറി ആയിരിക്കണം കണ്ടിട്ട് ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്തപ്പോൾ സ്പൈനൽ കോഡ് ഇഞ്ചുറി ആയിരിക്കണമെന്ന് പറഞ്ഞ് നിങ്ങളത് ഒരു കൂട് ഇട്ട് പട്ടീനെ നിരങ്ങി നിരങ്ങി പോകാറുണ്ട്. നിരങ്ങാതെ അവിടെ ഇടയ്ക്കാണെങ്കിൽ ചിലപ്പോൾ അത് റിക്കവർ ചെയ്ത് വരും. ഭക്ഷണം കൊടുക്കാൻ പറയും. മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാനായി വലിയ വേഗത്തിൽ പായുന്ന സേനാംഗങ്ങൾ മാളുവിനെ എങ്ങനെ സഹായിക്കാമെന്ന് ആലോചിച്ചു. ഫയർ എഞ്ചിൻ ഡ്രൈവറായ പ്രശാന്തിന് മനസ്സിൽ തോന്നിയ ഒരു ചെറിയ ആശയമാണ് പിന്നീട് മാളുവിന് പുതുജീവൻ തന്നെ നൽകിയത്. യൂട്യൂബിൽ നോക്കി PVC പൈപ്പും റബ്ബർ വീലും ഉപയോഗിച്ച് മാളുവിന് നിവർന്നു നിൽക്കാനും ആശ്വാസത്തോടെ ചലിക്കാനുമുള്ള സംവിധാനം ഉദ്യോഗസ്ഥർ രൂപകൽപ്പന ചെയ്തു. പ്രതീക്ഷിച്ചതിലും വലിയ രീതിയിൽ തന്നെ അത് മാളു എന്ന് തെരുവുനായയുടെ ജീവിതത്തിലേക്കുള്ള തിരിച്ചുവരവിന് സഹായമായി. ഇതിനിടയ്ക്ക് യൂട്യൂബ് സെർച്ച് ചെയ്യേണ്ട ഇവിടുന്ന് ഒരു SFR രാജേഷ് ഇതുപോലൊരു അപകടം പറ്റിയൊരു ഐഡിയ കണ്ട്, ഞങ്ങൾ ഈ പൈപ്പിൻ്റെ ഒരു ഐഡിയ കണ്ട്. ആ ഐഡിയ കണ്ടപ്പോൾ ഇവിടുത്തെ ഒരു സ്ഥിരം പാരാമെഡിക്കൽ ഡ്രൈവർ പ്രശാന്ത് പുള്ളി ഇതുപോലെ അത്യാവശ്യം ചെറിയ ചെറിയ പണികളെ ചെയ്യണ ആളാണ്. പൈപ്പും അതിൻ്റെ എൽബോയും കണക്ടറും ഒക്കെ കൊണ്ടുവന്ന് വീട് പിടിപ്പിച്ച് ശരിയാക്കി എടുത്തു. നിലവിൽ മുളന്തുരുത്തി സ്റ്റേഷനിലെ ജീവനക്കാരുടെ പൊന്നോമനയായി മാളു അവിടെ തന്നെയുണ്ട്. കൂടുതൽ ഫലപ്രദമായ മറ്റെന്തെങ്കിലും സംവിധാനം മാളുവിന് സഹായമാകുമോ എന്നും ഇവർ അന്വേഷിക്കുന്നുണ്ട്. മുളന്തുരുത്തി ഫയർ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരുടെ മനസ്സിലെ നന്മ ഏതായാലും ഒരു മിണ്ടാപ്രാണിക്ക് ജീവിത ദുരിതം കുറയ്ക്കുന്നതിന് കുറച്ചൊന്നുമല്ല സഹായിച്ചത്. ഒരു ഹേറ്റേഴ്സ് പോലുമില്ലാത്ത വകുപ്പായി സർക്കാരിൻ്റെ ഫയർഫോഴ്സ് ആളുകളുടെ മനസ്സിൽ തുടരുന്നത് ഇങ്ങനെയുള്ള സൽപ്രവർത്തികൾ ഇപ്പോഴും നേതൃത്വം കാട്ടിക്കൊണ്ടാണ്. S. ശ്യാംകുമാർ, 24, കൊച്ചി.